എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അച്ചു ഒരു അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പിറന്നവനാണ്. നിന്നെ കെട്ടി അവന്റെ ജീവിതം ഒരു തെറിയാണ്. നമ്മൾ പറയാൻ പഠിച്ചിട്ടില്ല. ഇനി ഉണ്ടാകുന്ന കുട്ടിയും മിക്കവാറും അവനൊരു തലവേദനയാകും, ശാപവുമാവും എന്ന് വെച്ചാ ഞാൻ ആദ്യം പറയണ്ട, എന്നെ കെട്ടിയിട്ട് ഏട്ടന് ബുദ്ധിമുട്ടാണ്. ഏട്ടന് അത്ര ബുദ്ധിമുട്ടുണ്ട്, ഏട്ടനെ എന്നെ ഡിവോഴ്സ് ചെയ്തുകൂടായിരുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്. ഈ അനാമിക ആന്റണിന്ന് എന്താണ് പേര്, ഈ കാണുന്ന നിനക്ക് എന്താണ് പ്രശ്നം? പിന്നെ അവള് റിപ്ലൈക്ക് തന്നെ കൊടുത്തേക്കണ ഒരു സംഭവമാണ്. ഞങ്ങൾ എല്ലാ ഇതിലും കുട്ടിച്ചാത്തൻകാവിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവർക്ക് കൂടോത്രം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രണ്ടും കൂടി കൂട്ടി കുഴക്കരുത്. അവളെ വിളിക്കണോ? എന്നെ കൊല്ലും, തട്ടും, കൂടോത്രം ചെയ്യും. എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞാണ് അപ്പൊ അവന്റെ വീട്ടുകാർക്ക് വരെ കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാ അവരോട് ഈ ഗുളിയും പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ്. കൂടുതലൊന്നും പറയണം. ഗുളികന്റെ എന്താ സ്റ്റാറ്റസ്, ഇവ ഈ കുട്ടിച്ചാത്തൻകാവ് കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത് മാസില്. നിങ്ങക്ക് നാണുണ്ടോ? ചെറിയ ബുദ്ധി തോന്നിയതാ. പറഞ്ഞിട്ടല്ലേ, ഒരു തരി വിവരം ബോധമുള്ളവരാണ്. ഇന്നത്തെ കാലത്തും കുട്ടിച്ചാത്തൻകാവ് പൂജ കർമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കണവരാണെങ്കിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് കൂടോത്രക്കാരാണ്. ഞങ്ങള് വീട്ടിലിരുന്ന് രാവിലെ വൈകിട്ടൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. ഞാൻ അമ്മയ്ക്കും വേണ്ടി ചെയ്യാട്ടാ. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ. എന്റെ കൂട്ടുകാരനുണ്ട്, ഇതിന്റെ ഒരു മെയിൻ ആളാണ്. അപ്പൊ അവനെ വിളിച്ചിട്ട് ചോദിക്കാം എല്ലാ നരബലിയൊക്കെ ഉണ്ടെങ്കിലേ. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ.